നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരത്തിലും ശേഷം 30 നാഴിക വരുന്നത് കുംഭത്തിലുമാണ്. അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6ാം വ്യാഴത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് വ്യാഴപ്പഴമുണ്ട്. എങ്കിലും ഭാഗ്യാധിപതി ലഗ്നത്തിൽ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തിട്ട് ചൊവ്വ ലഗ്നത്തിലും അതേപോലെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ 2ാം ഭാവത്തിൽ നിപുണായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ ദൈവാധീനം കൂടി വർദ്ധിച്ചാൽ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ലഗ്നാധിപതി മീനൻ രാശി നയിക്കുന്നുണ്ട്. വിദേശത്ത് പോകാൻ സാധിക്കും. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പുതിയ പ്രേമ ബന്ധങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. എടുത്തയാടി സംസാരിക്കുക, തലവേദന, നല്ല ഉദ്ദേശമുള്ളൊരു സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഇങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട്. 23-ാം തീയതി ശേഷം ചൊവ്വയുടെ മാറ്റം വരുമ്പോൾ 2ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് സാമ്പത്തിക ഞെരുക്കം കൂടെ പോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പരിഹാരങ്ങൾ ചെയ്യുക. ദേവീക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പരിഹാരങ്ങൾ ചെയ്യണം. വ്യാഴപ്പഴവിന് പരിഹാരം ചെയ്യണം. അത് വ്യാഴപ്പഴവിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ ആ വ്യാഴത്തിന് മാറ്റം വരാനുള്ളത് കാരണം കൊണ്ട് ഭാവിയിൽ അനുകൂലമാകും. പക്ഷെ അത് ജൂൺ മാസം ആകണം. ഇത് ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസം വരെയുള്ള സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് വിഷ്ണുക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്യാം. അതേപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്കും വളരെ അനുകൂലമായ സമയമാണ്. കാരണം ലഗ്നാൽ 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട്. പക്ഷേ ലഗ്നത്തിൽ ചതുർഗ്രഹ യോഗമാണ്. ലഗ്നാധിപതി മീനൻ രാശിയിലുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 4ാം ഭാവം കുടുംബസംബന്ധമായിട്ട് വീട് വിട്ട് നിൽക്കാനിട വരിക, ഒരു പ്രവർജ്യയോഗം, സന്യാസയോഗം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗമുള്ളത്. ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്തുണ്ട്. എല്ലാ ഭാഗ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കും. ബുധശുക്ര യോഗം എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാലും 7ാം ഭാവത്തിൽ കേതുവാണ്. എന്ത് തീരുമാനിച്ചാൽ ആദ്യം ഒരു തടസ്സം വരിക. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കാനുള്ള യോഗമാണെങ്കിൽ പോലും ചില രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ പരസ്പരം മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കാനിട വരും. പിന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് പോകാനായിട്ട് ഏറ്റവും യോഗമുള്ള സമയമാണ്. ലഗ്നാധിപതി തന്നെ നിൽക്കുന്നത് സഹായസ്ഥാനത്താണ്. അപ്പോൾ നല്ല സഹായങ്ങൾ കാര്യങ്ങൾ കിട്ടുകയും വിദേശത്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. നടുവേദന പോലെയുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കണം. നഷ്ടമത്തിലാണ് കേത് നിൽക്കുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൈവശദോഷം പോലെയുള്ള കാര്യങ്ങൾ, അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനുള്ള യോഗമുണ്ട്. അപ്പോൾ അത് കാരണം നാഗപൂജ, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുക. അതേപോലെ ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും നെയ്വിളക്കും ചെയ്യുക. അതേപോലെ തന്നെ പാപയോഗത്തോടുകൂടി നിൽക്കുന്ന ശുക്രൻ വാഹന സംബന്ധമായിട്ടും പേരുദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും കഴിപ്പിക്കുക. ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ക്ഷേത്ര ദർശനം, നല്ല പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.